അനുമതിയില്ലാതെ ഓപ്പൺ വോട്ട് ചെയ്തെന്ന പരാതിയിൽ CPM പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസ്. കണ്ണൂർ അഴീക്കോട് സ്വദേശിനി സി ഷംനയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. പുന്നക്കാപ്പാറയിലേക്ക് ഹനീഫയുടെ വോട്ട് ഓപ്പൺ വോട്ട് ചെയ്ത സംഭവത്തിലാണ് കേസ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, CPM കണ്ണൂരിൽ വ്യാപകമായി ഇത്തരത്തിൽ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതായത് പ്രായമുള്ളവർ അവർ പലരും ഈ CPMനോട് നിസ്സംഗത പുലർത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചവരുടെയൊക്കെയും വോട്ട് നിർബന്ധിച്ച് ഞങ്ങൾ ചെയ്തോളാം എന്ന രീതിയിൽ ഓപ്പൺ വോട്ടാക്കി മാറ്റുന്നൊരു സാഹചര്യം. അത്തരം വിമർശനങ്ങൾ, പരാതികൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരമൊരു നടപടികളിലേക്ക് കടന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്, അല്ലേ? KP കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി CPM ഓപ്പൺ വോട്ട് ദുരുപയോഗം ചെയ്തുവെന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ധർമ്മടം മണ്ഡലത്തിലാണ് എന്നൊരു ആരോപണവുമായി ധർമ്മടത്തെ NDA സ്ഥാനാർത്ഥി K രഞ്ജിത്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പല ബൂത്തുകളിലും 30-40 ഓപ്പൺ വോട്ട് വരെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇത്തവണ ഹോം വോട്ടിംഗ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. വീടുകളിലെത്തി പ്രായമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വയ്യാത്ത ആളുകളെയൊക്കെ തന്നെ വീട്ടിലെത്തി അവരുടെ വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം. എന്നിട്ട് പോലും ഈ 40-50 ഒക്കെ ഓപ്പൺ വോട്ട് ഒരു ബൂത്തിൽ വന്നു എന്ന് പറയുമ്പോൾ അതിനൊരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോൾ ഒരു വിവരം കൂടി പുറത്തു വരുന്നത് ഈ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ടാണ് ഒരു പരാതി ഉയർന്നത്. അതിൽ CPMൻ്റെ പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസും എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അനുമതിയില്ലാതെ ഓപ്പൺ വോട്ട് ചെയ്തെന്ന പരാതിയിലാണ് CPMൻ്റെ പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസെടുത്തത്. അഴീക്കോട്ടെ സി ഷംനയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതായത് പുന്നക്കാപ്പാറയിലേക്ക് ഹനീഫ എന്ന വയോധിക അവർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് തങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഈ ഹനീഫയുടെ അനുവാദമില്ലാതെ ഷംന ഓപ്പൺ വോട്ട് ചെയ്യുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട UDFൻ്റെ ബൂത്ത് ഏജൻറ്റ് അപ്പോൾ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം നടപടിയെടുക്കാനൊന്നും തയ്യാറായില്ല. തുടർന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി ജില്ലാ കളക്ടറോട് വിവരം പങ്കുവയ്ക്കുകയും അവർ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റുകയും ഈ ഷംനയ്ക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഷംനയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഓപ്പൺ വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു പൗരനെ സംബന്ധിച്ച് അവരുടെ അവകാശമാണ്. ആ അവകാശത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് CPMൻ്റെ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. KP, അനുമതിയില്ലാതെ, സമ്മതമില്ലാതെ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.